ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പിക്ചർ വരച്ചു കൊടുക്കണമെങ്കിൽ വരയ്ക്കാൻ അറിയാവുന്ന പാരൻസ് ഉണ്ടാവും, വരയ്ക്കാൻ അറിയാത്ത പാരൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ കുട്ടികൾക്കായാലും ഈ ഒരു മെത്തേഡിൽ വരച്ച് പഠിക്കാനും പറ്റും. അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർ അങ്ങോട്ട് മാറി നിൽക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോളാം. വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ വീഡിയോ ഒന്ന് കാണും. അതായത് നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിന്ന് ആ പിക്ചറിനെ എങ്ങനെ നമുക്കൊരു പേപ്പറിലേക്ക് വരച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അതായത് കോപ്പി അടിക്കുക എന്ന് പച്ച മലയാളത്തിൽ പറയും. ഈ സംഭവം നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റും. ഇനി ഒരു ടാബ് ഉണ്ടെങ്കിൽ ടാബിലും ചെയ്യാൻ പറ്റും. അതായത് മൊബൈലുണ്ടെങ്കിൽ മൊബൈലിൽ ചെയ്യാം, ടാബ് ഉണ്ടെങ്കിൽ ടാബിൽ ചെയ്യാം, ഇനി കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാം, അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇതെങ്ങനെയാണ് ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ മോണിറ്ററിലേക്ക് പോകും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ A4 ഷീറ്റ് നമ്മുടെ ഈ കാണുന്ന മോണിറ്ററിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം എങ്ങനെയാണോ നമ്മൾ പിക്ചർ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, എങ്ങനെ അയച്ചാൽ അതുപോലെ ഒട്ടിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയും വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ 2-3 ഇൻസുലേഷൻ്റെ ടാപ്പ് ഈ രൂപത്തിൽ നമ്മൾ സ്ക്രീനിൽ വെച്ച് ഒട്ടിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു പിക്ചർ വരയ്ക്കാൻ ഇപ്പോൾ അധികം മറ്റേ ബുദ്ധിയൊന്നും വേണ്ട, പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നൊരു പിക്ചറാണ്. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പിക്ചർ ഞാൻ എടുത്തിട്ടാണ്. ഈ പെൻസിൽ ഉപയോഗിച്ചത് പേപ്പറൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ കൈയിട്ട് അമർത്തി പിടിക്കുക. ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ അധികം ഫ്രെയിമിലേക്ക് ബലം കൊടുക്കാത്ത രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സ്പീഡായിട്ട് വരച്ചതാണ്. നമുക്ക് ഷോർട്സ് ആയതുകൊണ്ട് ലിമിറ്റ് ഉണ്ട് ഒരു വീഡിയോന്, അപ്പോൾ അതുകൊണ്ടാണ് സ്പീഡായിട്ട് വരച്ചത്. നമ്മൾ കുറച്ചൊരു ടൈം കൊടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒട്ടിച്ച സ്റ്റിക്കറില്ലേ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ വരച്ചെടുത്ത സാധനം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടും തോന്നില്ല, പക്ഷേ ഇതൊന്ന് നമ്മൾ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കെച്ച് മറ്റേ പെൻസിലായിട്ടോ സ്കെച്ചായിട്ടോ ഒക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഗതി അടിപൊളിയാവും. അപ്പോൾ ഇനി ടാബിൽ വരക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ ഇതേ നമ്മൾ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പിക്ചറിൻ്റെ മുകളിൽ ഇതേ പേപ്പർ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സംഗതി മനസ്സിലായില്ലേ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് മൊബൈലിലും വെച്ച് വരയ്ക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ എല്ലാവർക്കുള്ള സംശയം എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സംഗതി ഇത്രയൊക്കെ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് വരച്ച് പഠിക്കാനും വരച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എങ്ങനെ നമ്മൾ ഡയറക്റ്റ് നോട്ട് ബുക്കിലേക്ക് നമ്മൾ പകർത്തുന്നു. അപ്പോൾ അതെങ്ങനെയെന്ന് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ.